ആചാര്യ തപസ് തന്ത്രിയുടെ തപസ്സാണ്. ആചാര്യ തപസ് ആമനായി ജപം, വേദമന്ത്രങ്ങളുടെ ജപമാണ്. അതേപോലെ നിയമേന കൃത്യമായിരിക്കുന്ന നിയമത്തോടു കൂടിയിട്ട് നേരെ കാര്യങ്ങൾ നടത്തുക. ഉത്സവേന ഉത്സവങ്ങളോടുകൂടി, പിന്നീട് നേരെ അന്നദാനവും നടക്കുന്ന സമയത്ത് നേരെ ക്ഷേത്രം വൃദ്ധിസ്തു പഞ്ചത, ക്ഷേത്രം അങ്ങനെ 5 കാര്യങ്ങളെ കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നദാനം ഈ 5 കാര്യങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ ഈ പുരാണങ്ങളെല്ലാം തന്നെ വേദത്തിന് തുല്യമെന്നാണ് പറയുന്നത്. പുരാണം ബ്രഹ്മസംഹിതം എന്നാണ് പറയുക. ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം എന്ന് പറയും. ഈക്വൽ ടു വേദം. സംഹിതം എന്ന വാക്കിൻ്റെ അർത്ഥം ഈക്വൽ എന്നാണ്, തുല്യം എന്നാണ്. സമ്മതം എന്നല്ല, സംഹിതം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മം വെച്ച വേദം, ഇത് വേദത്തിന് തുല്യമാണ്. അപ്പം എല്ലാവർക്കും വേദം ജപിക്കാനുള്ളതായിരിക്കുന്ന അധികാരമില്ല, അതിനുള്ളതായിരിക്കുന്ന അർഹതയില്ല, അതിന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരെ വേദതുല്യമായിരിക്കുന്ന ഭാഗവതം നമ്മൾ മുടങ്ങാതെ ഇവിടെ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ അത് വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ച് ഒരു സപ്താഹ രൂപത്തിൽ എല്ലാവരും വന്ന് നേരെ ആഘോഷത്തോടെ നടത്തുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വേദതുല്യമായിരിക്കുന്ന ആമനായി ജപം എന്ന് പറയുന്നത്. നമ്മുടെ പുരാണം ഭാഗവത പാരായണമുണ്ട്. അതേപോലെ തന്നെ വേദങ്ങൾക്ക് തുല്യമായിരിക്കുന്ന മറ്റു പുരാണങ്ങളും വായിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ നാരായണീയ സപ്താഹം നടക്കാറുണ്ട്. അതും സപ്താഹമാണ്, നാരായണീയ സപ്താഹം. അപ്പോൾ ധ്വജപ്രതിഷ്ഠയോട് കൂടിയിട്ട് നാരായണ സപ്താഹം നടക്കും. അതേപോലെ മണ്ഡലക്കാലത്ത് അയ്യപ്പ ഭാഗവത സപ്താഹം ഉണ്ടാവും. അപ്പോൾ അത് നേരെ അയ്യപ്പൻ നമ്മുടെ ശാസ്താവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ശാസ്താവിൻ്റെ തിരുപ്രീതിക്കായിട്ട് അയ്യപ്പ ഭാഗവതം എന്നുള്ളതായിരിക്കുന്ന ഗ്രന്ഥം നമ്മൾ സപ്താഹമായിട്ട് വായിക്കും. അതേപോലെ കർക്കിടക മാസത്തിൽ നേരെ രാമായണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ രാമായണ സപ്താഹമായിട്ട് വായിക്കും. അപ്പോൾ കഴിഞ്ഞൊക്കെ രാമായണ സപ്താഹമായിട്ട് നമ്മൾ പാരായണം ചെയ്യും. അപ്പോൾ സപ്താഹ പാരായണങ്ങളോട് കൂടിയിട്ടാണ്, ഈ പാരായണങ്ങളുടെ ഫലമായിട്ടാണ്, സപ്താഹങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ക്ഷേത്രം ഇന്ന് അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നതും. അതേപോലെ ഭക്തജനങ്ങൾക്ക് അവർ ആഗ്രഹിച്ചതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ വന്ന ക്ഷേത്രത്തിൽ വന്നിട്ട് എന്ത് പ്രാർത്ഥിച്ചുവോ, പ്രത്യേകിച്ച് സന്താനഗോപാല മൂർത്തിയാണ്. സന്താനഗോപാല മൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സന്താനങ്ങൾ മാത്രമല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും തരും. കാരണം ഭഗവാന് 2-3 ഭാവങ്ങളാണ്. സന്താനഗോപാല മൂർത്തി ഭാവം മാത്രമല്ല, സാക്ഷാൽ വൈകുണ്ഠത്തിലിരിക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ആ ഒരു ചെറിയ സാളഗ്രാമത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ മുതുകുളങ്ങര സന്താനഗോപാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതേപോലെ തന്നെ വൈകുണ്ഠത്തിൽ നിന്ന് മറ്റൊന്നാണ് നേരെ പൂണിത്തറ ഉള്ളത്. പൂണി തുറന്നെടുത്ത പ്രതിഷ്ഠ. പക്ഷേ ശ്രീകൃഷ്ണം എന്നവിടെ പാക്ക് വരികയാണ്. കാരണം എന്താണ്? അത് സാക്ഷാൽ ആ വൈകുണ്ഠത്തിൽ നിന്ന് വന്ന രൂപത്തിലാണ്. ഇവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉള്ളതാണ്. പിന്നെ പ്രതിഷ്ഠിച്ചത് അർജുനനാണ്. അപ്പോൾ കൃഷ്ണ സാന്നിധ്യമുണ്ട്, അർജുനൻ്റെ പ്രതിഷ്ഠ വൈകുണ്ഠത്തിലേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഭഗവാന്റെ ആ സന്താനഗോപാല മൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കാണാനായിട്ട് കൃഷ്ണാർജുനന്മാർ പോയ സമയത്താണ് ഇത് രണ്ടുപേരും നേരെ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ രണ്ടായിട്ട് തിരിഞ്ഞതാണ്. യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനും ധനുർധരനായിരിക്കുന്ന പാർത്ഥനും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണമോ തത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയം എന്ന് ഗീതയിൽ എടുത്ത് പറയും. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന കൃഷ്ണ സാന്നിധ്യമുണ്ട്, അർജുനൻ്റെ സാന്നിധ്യമുണ്ട്. അർജുനനെ കുറിച്ചതായിരിക്കുന്ന കുളമാണത്. അപ്പോൾ കൃഷ്ണൻ്റെ സാന്നിധ്യം, അർജുനൻ്റെ സാന്നിധ്യം, സാക്ഷാൽ വൈകുണ്ഠനാഥ് വന്നതായിരിക്കുന്ന പ്രതിഷ്ഠ. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് ഇവിടെ നടക്കുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നേരെ ആ ആഗ്രഹിച്ചങ്ങൾ നടക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഈ സപ്താഹ പാരായണങ്ങളുടെ ഫലമായിട്ടാണ്. എല്ലാ ദേവതമാരും പ്രസാദിച്ചു നിൽക്കുന്നത് ഈ പാരായണങ്ങളിലാണെന്നാണ് പറയുന്നത്. കലികാലത്തിൽ പ്രത്യേകിച്ച് കലികാലത്തിൽ സാധാരണഗതിയിൽ നേരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ളതായിരിക്കുന്ന പൂജ കൊണ്ടല്ല, നേരെ മറിച്ച് നാമസങ്കീർത്തനമാണ് ഈ പുരാണ പാരായണം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ നേരെ നാമസങ്കീർത്തനം എന്നാണ് പറയുന്നത്. അപ്പോൾ നാമസങ്കീർത്തനം അപ്പോൾ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിംബരം എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം സമർപ്പിക്കുക. ഭാഗവതം എന്ന് പറഞ്ഞാൽ
നാലക്ഷരങ്ങളാണല്ലോ ഭാഗവതം. അപ്പോൾ നാരായണ എന്ന് പറഞ്ഞാൽ നാരായണ എന്നുള്ളത് നാലക്ഷരം. ആ നാരായണ എന്നുള്ള നാലക്ഷരം പോലെ തന്നെയാണ് ഭാഗവതം എന്നുള്ള നാലക്ഷരം. കാരണം ഭാഗവതം എന്നുള്ള നാലക്ഷരത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഭകാരോ ഭക്തിവർദ്ധനം എന്നാണ്. ഭ എന്ന് പറഞ്ഞാൽ ഭക്തി വർദ്ധിപ്പിക്കലാണ്. അതാണ് ഭകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭകാരോ ഭക്തിവർദ്ധനം. അത് കഴിഞ്ഞാൽ ഗകാരമുണ്ട്. ഗകാരം കൊണ്ട് ഉദ്ദേശിക്കുക, ഗകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർവവർജനം എന്നാണ്. ഗർവം വെച്ചാൽ അഹങ്കാരം. അപ്പോൾ അഹങ്കാരമില്ലാത്ത ഭക്തി വേണം. അഹങ്കാരത്തോടുകൂടിയ ഭക്തി കൊണ്ട് കാര്യമില്ല, അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ഭക്തിയാണ്. അതാണ് ആ ഭക്തിക്കൊരു പ്രത്യേകത. അതാണ് ഗർവവർജനം. പിന്നീടാണ് വകാരം എന്ന് പറയുന്നത്. വകാരം എന്ന് പറഞ്ഞാൽ വാക്യവിജ്ഞാനം എന്നാണ്. അപ്പം എന്താണ് വാക്യവിജ്ഞാനം? അപ്പം മഹാവാക്യങ്ങൾ, 4 മഹാവാക്യങ്ങളാണ് നമ്മുടെ ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ മഹാവാക്യങ്ങളെ അറിയണം. വേദങ്ങളിലെ മഹാവാക്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപനിഷത്തുകൾ പഠിച്ച് നമുക്ക് എല്ലാവർക്കും ഉപനിഷത്തുകൾ പഠിക്കാനായിട്ട് സാധിക്കില്ല, വിചിന്തനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മഹാവാക്യങ്ങളുടെ വിചിന്തനം നേരെ നമുക്ക് അനായാസേന കിട്ടുന്നതാണ് ഭാഗവതത്തിലൂടെ. അതാണ് വാക്യവിജ്ഞാനമാണ്. അപ്പോൾ എന്താണ് വാക്യവിജ്ഞാനം? 4 മഹാവാക്യങ്ങൾ ഏതാണ്? നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ 4 മഹാവാക്യങ്ങൾ. കാരണം അതിനെക്കുറിച്ചിട്ട് നേരെ പണ്ഡിതന്മാരും അതേപോലെ വിദേശത്തിലുള്ള പണ്ഡിതന്മാരും എന്താ പറയുക? ദി ഫോർ പില്ലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദി 4 പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ റിലീജിയസ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ, ഭാരതീയ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ 4 നെടുന്തൂണുകളാണ് ഈ 4 മഹാവാക്യങ്ങൾ. അതാണ് 4 പില്ലേഴ്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ നെടുന്തൂണുകളുടെ മീതെയാണ് നമ്മുടെ സനാതനധർമ്മം, ഭാരതീയ സംസ്കാരം, ഹൈന്ദവധർമ്മമൊക്കെ നിൽക്കുന്നത്. ആ 4 മഹാവാക്യങ്ങൾ എന്താണ്? ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ. അത് ഋഗ്വേദത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ഉപനിഷത്തുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകർഷേണയുള്ള ജ്ഞാനം എന്നാണ്. പ്രകർഷേണ വെച്ചാൽ മുന്നോട്ട് പോകുന്നതിനുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലം വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് പ്രദക്ഷിണം. അപ്പോൾ അതുപോലെ പ്രകർഷേണയുള്ളതായിരിക്കുന്ന ജ്ഞാനം, മുന്നോട്ട് പോകാനുള്ള അറിവാണ് നേരെ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈശ്വരൻ മറ്റൊന്നുമല്ല. നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് പുരോഗതിയിലേക്ക് പോകാനായിട്ട് ഉള്ളതായിരിക്കുന്ന അറിവാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ അറിവാണ് ഈശ്വരൻ എന്നാണ് ഋഗ്വേദത്തിലൂടെ പറഞ്ഞ് നമ്മുടെ മുനിമാർ പറഞ്ഞത്. പിന്നെ രണ്ടാമതായിരിക്കുന്ന യജുർവേദത്തിലൂടെ പറഞ്ഞ എന്താണ്? യജുർവേദത്തിലൂടെ വന്നതായിരിക്കുന്ന മഹാവാക്യത്തിലേക്ക് പറയാം നേരെ അഹം ബ്രഹ്മാസ്മി എന്നാണ്. ഞാൻ ബ്രഹ്മമാണെന്ന്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ ബ്രഹ്മമാരാണ്? അഹം ബ്രഹ്മാസ്മി എന്നാണ് പറഞ്ഞത്. ആ ബ്രഹ്മം ഞാനാകുന്നതാണ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മാവ്, അതാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് അഹം ബ്രഹ്മാസ്മി. പിന്നെ കുറച്ചും കൂടി സാമവേദത്തിലൂടെ പറഞ്ഞ മഹാവാക്യം എന്താണ്? സാമവേദത്തിൽ പറഞ്ഞത് മറ്റൊന്നുമല്ല, തത്വമസി എന്നാണ്. അതാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. സാമവേദികളാണ്. അതാണ് സാമവേദം ആണ് അവിടുത്തെ പ്രധാനമായിരിക്കുന്ന വേദ കാര്യങ്ങൾ. അതാണ് സാമവേദത്തിലൂടെ വന്നതായിരിക്കുന്ന മഹാവാക്യം തത്വമസി എന്നാണ്. തത് ത്വം അസി. ആ ഈശ്വരൻ ഞാനും ഒന്ന് തന്നെയാണ്. ആ ഒരു ബന്ധമാണ്, കണക്ഷനാണ്. തത് ത്വം അസി. അതും ഇതും ഒന്നാണ്. അപ്പോൾ ആ ഈശ്വരനും ഞാനും ഒന്നാണെന്ന് ഉറപ്പിച്ചതാണ് നേരെ സാമവേദത്തിലൂടെ തത്വമസി വന്നത്. പിന്നീട് 4ാമത്തെ വേദമാണ് അഥർവം. അഥർവത്തിൽ പറഞ്ഞതായിരിക്കുന്ന മഹാവാക്യം എന്താണ്? അയമാത്മാ ബ്രഹ്മ എന്നാണ്. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന് ഉറപ്പിക്കണം. അപ്പോൾ അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങൾ നമുക്ക് ഉപനിഷത്തുകളിലുള്ളതാണ്, പക്ഷേ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഭാഗവതത്തിലെ ഈ വകാരം കൊണ്ട് ഉദ്ദേശിക്കുക. അങ്ങനെയാണ് ഭക്തി വർദ്ധിച്ചിട്ട് ഗർവവർജനം കഴിഞ്ഞാൽ നേരെ പിന്നെ വാക്യവിജ്ഞാനം ഉണ്ടാകും. ഈ വാക്യവിജ്ഞാനം എന്നാൽ എന്താണ്? പിന്നെ തത്വദർശനം എന്നാണ് പറയുന്നത്. തത്വത്തെ നമ്മൾ കാണലില്ല. തത്വം ഈശ്വരനാണ്, പക്ഷേ ഈശ്വരനെ കാണലില്ല, ഈശ്വരനെ ദർശിക്കലാണ്. അതാണ് തത്വദർശനം എന്നാണ് പറയുന്നത്. ആ തത്വത്തെ നമ്മുടെ ഹൃദയത്തിൽ ദർശിക്കുമ്പോഴാണ് നമ്മുടെ മനുഷ്യൻ പൂർണ്ണകാമനായിട്ട് തീരുക.
അതുകൊണ്ടാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ ഈശ്വര ദർശനം, ഈശ്വര സാക്ഷാത്കാരം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തത്വത്തിലേക്കാണ് ഭാഗവതം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കലികാലത്തിൽ നേരെ ആളുകളൊക്കെ തന്നെ ഭാഗവത പത്മപുരാണത്തിൽ പറയുന്ന മാഹാത്മ്യം അനുസരിച്ചിട്ട് കലികാലത്തിൽ ആളുകൾ എന്താ പറയുക, അപ്പോൾ കലികാലത്തിൽ ആളുകൾ പറയണതായിരിക്കുന്ന കാര്യം ജനാദ്യ അസുരായാന്തേ എന്ന് പറയും. ജനങ്ങൾ ഇന്ന് അസുരന്മാരായിട്ട് തീർന്നിരിക്കുന്നതാണ്. ഷാഢ്യ ദുഷ്കർമ്മകാരിണം അങ്ങനെ ഒരു വാക്കാണ് പത്മപുരാണത്തിൽ പറയും. അത് ഭഗവത മാഹാത്മ്യത്തിലുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ഇന്ന് അസുരന്മാരായിട്ട് തീർന്നു എന്ന് പറയുമ്പോൾ അവർ നേരെ പല്ലും അതേപോലെ തന്നെ കൊമ്പൊന്നും മുളച്ചതല്ല, അവരുടെ സ്വഭാവം ആസുരമാണ്. എന്താണ് ആസുര സ്വഭാവം എന്ന് പറയാൻ കാരണം? ആഹാരത്തിൽ സ്വഭാവത്തിലൊക്കെ ആസുരത്വം. അതുകൊണ്ടാണല്ലോ അമ്മയെ പിടിച്ച് കൊല്ലുകയും ശ്വാസം മുട്ടുകയും പണത്തിന് വേണ്ടിയിട്ട് സഹോദരനെ സഹോദരിയൊക്കെ തന്നെ കൊല്ലുന്നത് ആസുരഭാവം. മനുഷ്യൻ കൊല്ലാറില്ല സാധാരണ, മനുഷ്യഭാവമല്ല, ആളുകളിൽ ആസുരഭാവം വന്നതാണ്. പിന്നെ മാത്രമല്ല ആ ആസുരഭാവം വന്നിട്ടാണ് നേരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് നടക്കുക. പിന്നെ ഷാഢ്യ ദുഷ്കർമ്മകാരിണ ഷഠന്മാരായിട്ട് തീരും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന ഷഠിക്കും. പിന്നെ ദുഷ്കർമ്മകാരിണ ദുഷ്കർമ്മം ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറും. അപ്പോൾ കലികാലത്തിൽ അതാണ് വരുന്നതായിരിക്കുന്ന മാറ്റമാണ്. അപ്പോൾ അങ്ങനെ മാറ്റം വരുമ്പോൾ അതിൽ നിന്ന് ഈ ലോകത്തെ എങ്ങനെയാണ് രക്ഷിക്കുക? അതാണ് ഭാഗവതം വേണമെന്ന് പറയും. അപ്പോൾ എന്താ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? ആളുകൾ ഇങ്ങനെ ഷഠന്മാരൊക്കെ ആയിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അതിനാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. അതാണ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാന ശ്ലോകത.